daily routine of reading the Bible, will it change you? നമുക്ക് മാറ്റം വരുമോ? Hold on before you judge me. Well, there were lots of problems with people who regularly go to church and അവരും ബൈബിൾ വായിച്ചവരാ. അവർക്ക് പക്ഷേ ഫുൾ ഓഫ് പ്രോബ്ലംസ്. ഇന്നും ചർച്ചുകൾ പോകുന്നവർക്ക് അവരും ഫേസിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അവരും ബൈബിൾ വായിക്കുന്നവരാ. ലെറ്റ് മീ ടെൽ യു വൈ. It is അവർ എന്തോ they read it just randomly for the sake of reading. കടമ പോലെയാ ബൈബിൾ വായിക്കുന്നത്. just reading the Bible. എന്നും വായിക്കുന്നവർ പറയും, അയ്യോ ഇന്ന് ഞാൻ ബൈബിൾ വായിക്കാൻ മറന്നുപോയി. എന്തുകൊണ്ട്? അവർക്ക് മനപ്രയാസം. ബിക്കോസ് എന്നും അവർ വായിക്കുന്നവരാ. പക്ഷെ വല്ല മനസ്സിലായോ? അതുമില്ല, ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എന്നും വായിക്കും. അവർക്ക് അത് ഒരു ഹാബിറ്റായി മാറിയിരിക്കുക. ബട്ട് വാട്ട് യു ഷുഡ് ഡു, യു നീഡ് ടു മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ്. ധ്യാനിക്കണം. വചനത്തിൽ ധ്യാനിച്ചാലേ നമ്മൾ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യും. യു മേ ആസ്ക്, എന്തിനാ എപ്പോഴും മെഡിറ്റേറ്റ്, എപ്പോഴും വചനം വായിച്ച് ധ്യാനിക്കുന്നത്? The Bible is not just a storybook written in the ancient times. Yes, there are lots of stories in the Bible. Bible is a living, breathing word. It's alive. Bible ജീവശ്വാസമുള്ള, ജീവൻ ഉള്ളതാ. That goes inside you and does not leave you. ആ വചനം ഉള്ളിൽ വരുമ്പോഴത്തേക്ക് നമ്മളെ ഒരു കാലത്തും വിട്ടുപോകത്തില്ല. That will be inside you. It's a living word of God that goes into you and works. ഉള്ളിൽ വരുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. First you must understand that each page has God's breath in it. ഓരോ പേജ് ബൈബിളില് ദൈവത്തിന്റെ ജീവശ്വാസം ഉണ്ട്. മനസ്സിലായോ? For example, if you're a person who watches Netflix, movies, cinema, serial, അറിഞ്ഞുകൂടാതെ knowingly or unknowingly, that will start shaping your പേഴ്സണാലിറ്റി. ആ സിനിമയിൽ ഡ്രഗ്സ് എടുക്കുന്നവരുണ്ട്, പിന്നെ ആൽക്കഹോൾ, ക്രൈം ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം നമ്മളിൽ ക്രിയേറ്റ് ചെയ്യണം. കുഞ്ഞുങ്ങളിൽ അവർ ഇന്നസെന്റ് അല്ലേ, ഇതെല്ലാം ട്രെൻഡാ, ഫാഷനാന്ന് ഓർത്തിട്ട് അവർ ക്രിമിനൽസ് ആവും, ആൽക്കഹോളിക്സ് ആവും, ഡ്രഗ് അഡിക്ട്സ് ആവും. അങ്ങനെയാ നമ്മുടെ പിള്ളേർ ചീത്തയാകുന്നത്. ബട്ട് ഒരു വ്യക്തി ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർ എന്നും മെഡിറ്റേറ്റ്, ആ വേർഡ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ദേ ബിക്കം അനദർ പേഴ്സൺ. അവരുടെ പേഴ്സണാലിറ്റി വിൽ ബി ചേഞ്ച്ഡ്. That will mold them into a person who forgives, who is humble, who, it will shape you. And you will have patience, you will love everyone, you will have godliness, and the more and more you meditate on the word, you may start hearing voices inside you. It will start speaking to you. അത് പരിശുദ്ധാത്മാ ഉള്ളിൽ വരും. അത് നമ്മളോട് സംസാരിക്കും. സോഫ്റ്റ് വോയിസിൽ നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നു. അത് തെറ്റ്, ഇത് തെറ്റ്, അത് ചെയ്യുന്ന ശരി, ഇത് ചെയ്യുന്ന ശരി, അങ്ങനെ നമ്മളെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വിസ്ഡം തരും. മനസ്സിലായി? നമ്മൾ ഡിസിഷൻ എടുക്കാൻ എളുപ്പമാണ്. നമ്മൾ ധ്യാനിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ആ വോയിസ് സംസാരിക്കും. നമ്മൾ ഒരു പ്രവാചകന്റെ അടുത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് വചനമാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതാ പ്രവചിക്കുന്നത്. അത് മതി നമ്മുടെ ഡിസിഷൻ, നമ്മുടെ ജീവിതം നയിക്കാൻ. ഓരോ ദിവസം വായിച്ചാൽ ഓരോ ദിവസത്തിനുള്ള ഫുഡ് ബൈബിളിൽ തന്നെ നമുക്ക് കിട്ടും. സോ ഇറ്റ് സേസ് നമ്മൾ ജീവിതത്തിൽ ഡിസിഷൻ വലിയ വലിയ ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, ബൈബിൾ വായിക്കണം. സോ യു വിൽ ബി ഏബിൾ ടു ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ. റൈറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ സക്സസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ തകർന്നു, നമുക്ക് ഫെയിലിയറേ ഉണ്ടാവുള്ളൂ. Psalms 119:97 says, "Oh, how I love your law. It is my meditation all the day." My advice is pray, read the Bible, meditate on the word, and God bless you.